GST സ്ലാബുകളിൽ വലിയ റിഫർമേഷനുമായി വന്നിരിക്കുകയാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ. ട്രംപിൻ്റെ താരിഫിനെ നേരിടാനാണ് കേന്ദ്ര സർക്കാരിൻ്റെ ഈ വമ്പൻ നീക്കമെന്ന് പറയുന്നത്. പക്ഷേ നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറഞ്ഞാൽ, ഈ കേന്ദ്ര സർക്കാർ ഈ പരിപാടി തുടങ്ങിയിട്ട് ധാരാളം നാളായി. അതായത് ട്രംപ് താരിഫ് പ്രഖ്യാപിക്കുന്നത് ഇപ്പോഴാണ്. പക്ഷേ കൃത്യമായി ഇന്ത്യ ട്രംപ് താരിഫ് പ്രഖ്യാപിക്കുമെന്നും ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്നും കൃത്യമായി ഇന്ത്യ മണത്തറിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യ പിടിച്ചു നിൽക്കാനുള്ള സകല അടവും പയറ്റി കഴിഞ്ഞ ശേഷം ഇപ്പോൾ ഇതാ വജ്രായുധം പുറത്തെടുത്തിരിക്കുന്നത്. എന്തിനാണ് ഇതിങ്ങനെ ചെയ്യുന്നത്? അതായത് GST പല ഉൽപ്പന്നങ്ങൾക്കും അല്ലെങ്കിൽ പല സെക്ടറുകൾക്കും GST കൊടുത്തിരിക്കുന്നത് അത് കുറച്ച് കൊടുത്തിരിക്കുകയാണ്. ചില സെക്ടറുകൾക്ക്, അതായത് എഡ്യൂക്കേഷൻ സെക്ടറിനൊന്നും GST ഇല്ല, എല്ലാം ഒഴിവാക്കിയിരിക്കുകയാണ് ഇപ്പോൾ ചെയ്യുന്നത്. പ്രത്യേകിച്ച് ഇപ്പോൾ ഒരു ഫെസ്റ്റിവൽ മൂഡാണ്. അതുകൊണ്ട് തന്നെ മറ്റ് അമേരിക്കയിലേക്ക് നമ്മൾ കൊടുക്കാൻ വെച്ചിരുന്ന സാധനങ്ങൾ, ആ സാധനങ്ങളെല്ലാം ഇന്ത്യൻ വിപണിയിൽ തന്നെ വിറ്റഴിക്കാനുള്ള നീക്കമാണ് നമ്മുടെ സർക്കാർ നടത്തുന്നത്. അതുകൊണ്ടാണ് GST കുറച്ച് കൊടുത്തിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ആൾക്കാർക്ക് ബമ്പർ ലോട്ടറി അടിച്ചതുപോലെയാണ് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് ഇപ്പോൾ ഹെയർ ഓയിൽ, ഷാംപൂ, ടൂത്ത് പേസ്റ്റ്, ടോയ്ലറ്റ് സോപ്പ്, ബാറ്, ടൂത്ത് ബ്രഷ്, ഷേവിംഗ് ക്രീം, ഇതിനൊക്കെ 18% GST ആണ് മേടിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ ആ 18% നിന്ന് 5% കുറച്ചിരിക്കുന്നു. അങ്ങനെ 5% കുറയ്ക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ ഹെയർ ഓയിൽ, ഷാംപൂ, ടൂത്ത് പേസ്റ്റിനെല്ലാം വലിയ രീതിയിൽ വില കുറയും. അങ്ങനെ കമ്പോളത്തിൽ വില കുറയുകയാണെങ്കിൽ നമ്മൾ ആ സാധനം മേടിക്കുന്നത്, ഒരു സാധനം മേടിക്കുന്ന ആൾക്കാർ 2 മേടിക്കാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയൊക്കെ ഉണ്ട്. കാരണം ഒരു ഹ്യൂമൻ സൈക്കോളജി അങ്ങനെയാണ്. നമ്മൾ ഈ ലുലു മാളിലൊക്കെ ഓഫർ ഇടുമ്പോൾ അവിടെ തള്ളിക്കയറുന്ന ജനങ്ങളുടെ ഒരു സൈക്കോളജി മാത്രം നോക്കിയാൽ മതി. ഒരു മുട്ടുസൂചി എടുത്തിട്ട് കഴിഞ്ഞാൽ താഴെ വന്നത് വീഴില്ല, ആരുടെയെങ്കിലും തലയിലായിരിക്കും വിടുന്നത്. അത്ര തിരക്കാണ് അവിടെ സംഭവിക്കുന്നത്. എന്തായിരുന്നാലും അതുപോലെയാണ് ബട്ടർ, ഗീ, ചീസ്, ഡെയിലി സ്പ്രെഡ്, ഇതിനെല്ലാം 12% നിന്ന് 5% GST ഏർപ്പെടുത്തിയിട്ടുണ്ട്. പ്രീ പാക്കേജ്ഡ് നംകിൻ, ഭുജ ആൻഡ് മിക്സ്, അതിന് 5% GST. യുട്ടൻസിൽസ്, അതായത് ഈ വീട്ടുപകരണങ്ങൾ, അത് 12% നിന്ന് 5% ഫീഡിംഗ് ബോട്ടിൽ, നാപ്കിൻ, കുട്ടികളുടെ ക്ലിനിക്കൽ ഡയപ്പറുകൾ, ഇതൊക്കെ ഏറ്റവും കൂടുതൽ വിറ്റുപോകുന്ന സാധനമാണ്. ഈ ക്ലിനിക്കൽ ഡയപ്പറുകളൊക്കെ വില കൂടുതലാണെങ്കിൽ പോലും കുട്ടികൾക്ക് നിരന്തരം മാറ്റേണ്ടി വരുന്നത് കൊണ്ട് തന്നെ എപ്പോഴും ഒരുപാട് മേടിച്ച് സ്റ്റോക്ക് ചെയ്ത് വയ്ക്കുന്ന മാതാപിതാക്കളാണുള്ളത്. ഇപ്പോൾ വില കുറയുമ്പോൾ അവർ ഇരട്ടി മേടിക്കും എന്നുള്ളതാണ് കേന്ദ്രത്തിൻ്റെ ഒരു പ്രതീക്ഷ എന്ന് പറയുന്നത്. എന്തായാലും അതിന് 12% നിന്ന് 5% GST ആക്കി. പിന്നെ ഹെൽത്ത് സെക്ടറിനാണ് ഇതിൽ ബമ്പർ അടിച്ചിരിക്കുന്നത് നമ്മൾ പറയേണ്ടി വരും. കാരണം ഹെൽത്ത് ഇൻഷുറൻസിന് ഇനി GST ഇല്ല. അതായത് ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുന്ന ഒരു വ്യക്തിക്ക് ഇനി GST അടക്കേണ്ടതില്ല. ആ തുക കൂടെ ലാഭമാണെന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത്. പക്ഷേ ഈ തുക നിങ്ങൾ ഏത് കമ്പനിയാണോ ഹെൽത്ത് ഇൻഷുറൻസിനായി സമീപിക്കുന്നത്, ആ കമ്പനി GST ഇല്ലാതെ ആയിരിക്കും ഇപ്പോൾ നിങ്ങൾക്ക് ഹെൽത്ത് ഇൻഷുറൻസ് തരുന്നത്. ആ കമ്പനി അത് നിങ്ങൾക്ക് ആനുകൂല്യം നിങ്ങൾക്ക് തരാൻ തയ്യാറാകണം. ഇല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിൻ്റെ നടപടി ഉണ്ടാകും. ഇൻഡിവിജ്വൽ ഹെൽത്ത് ആൻഡ് ലൈഫ് ഇൻഷുറൻസ്, അതിന് ഹെൽത്ത് സെക്ടറിൽ GST ഇല്ല എന്നുള്ള റിപ്പോർട്ട് വരുന്നു. പിന്നെ ഹെൽത്ത് സെക്ടറിലെ ഉപകരണങ്ങളുടെ GST തെർമോമീറ്റർ 18% നിന്നും 5% കുറച്ചു. മെഡിക്കൽ ഗ്രേഡ് ഓക്സിജൻ അത് 5% ഡയഗ്നോസ്റ്റിക് കിറ്റ് അത് 12% നിന്ന് 5% ഗ്ലൂക്കോമീറ്ററും ടെസ്റ്റ് സ്ട്രിപ്പും ഇതിന് 5% കറക്റ്റീവ് സ്പെക്ടക്കിൾസ് അതിന് 5% പിന്നെ എഡ്യൂക്കേഷൻ സെക്ടർ സമ്പൂർണ്ണമായും GSTയിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. അതായത് മാപ്പ്, ചാർട്ട്, ഗ്ലോബ്, പെൻസില്, ഷാർപ്പനർ, ക്രയോണ്, പാസ്റ്റൽസ്, എക്സസൈസ് ബുക്ക്, നോട്ട്ബുക്ക്, ഇറേസർ, ഇതിനൊന്നും തന്നെ ഇനി GST ഇല്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. പിന്നെ നമ്മുടെ കാർഷിക മേഖല എടുത്ത് നോക്കിയാൽ ട്രാക്ടർ, ടയർ, പാർട്സ് 18% നിന്ന് 5% GST ആക്കി. അങ്ങനെ ട്രാക്ടറിന് 12% നിന്ന് 5% ആക്കി. പിന്നെ ധാരാളം സാധനങ്ങൾക്ക് GST ഒഴിവാക്കിയിട്ടുണ്ട്. ഓട്ടോമൊബൈൽസിനും ഇത് സമാനമായിട്ടുള്ള സാഹചര്യം, അതിന് കുറച്ച് കൂടുതലാണ് GST. അതായത് പെട്രോൾ ഹൈബ്രിഡ്, LPG, CNG കാർ, ഇതിനെല്ലാം 28% GST ഇട്ടിരുന്നത്. ഇപ്പോൾ അത് 10% GST കുറച്ച് 18% ആക്കിയിട്ടുണ്ട്. ഡീസൽ ഹൈബ്രിഡ് കാർ 28% 18% ആക്കി. 3 വീൽഡ് വെഹിക്കിൾസ്, മോട്ടോർ വെഹിക്കിൾ ഫോർ ട്രാൻസ്പോർട്ട് ഫോർ ഗുഡ്സ്, ഇതിനെല്ലാം 28% നിന്ന് 5% GST ആക്കി. പിന്നെ ഇലക്ട്രിക് അപ്ലയൻസസ്, അതായത് AC പോലുള്ള ഇലക്ട്രിക് അപ്ലയൻസസിനെല്ലാം GST കുറച്ചിട്ടുണ്ട് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. അങ്ങനെ ദീപാവലി ജിങ്കാലാലയാക്കാനുള്ള ഒരു തീരുമാനമാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.